ദരിദ്രൻ എന്ന് പറഞ്ഞാലേ അന്നാരെ ദളിതനാവൂ? അറിയത്തില്ല. കറുത്തവൻ എന്ന് പറഞ്ഞാൽ അന്നാരെ ദളിതനാവൂ? ഇത് എല്ലാ കൂട്ടത്തിലും ഇല്ലേ? ഈഴവൻ്റെ കൂട്ടത്തിലില്ലേ? ബഷീർമച്ചൻ്റെ കൂട്ടത്തിലില്ലേ? നായന്മാരുടെ കൂട്ടത്തിലില്ലേ? ഇവരുടെ എല്ലാവരുടെയും കൂട്ടത്തിൽ ദരിദ്രരില്ലേ? ഉണ്ട്. അത്താഴപ്പക്ഷണയായിട്ട് കിടക്കുന്ന നമ്പൂതിരിമാർ വരെ ഉണ്ട്. അല്ലാതെ ദളിതൻ എന്ന് പറഞ്ഞാൽ അവർ മാത്രമല്ല ഈ താഴെ കിടക്കുന്നത്. അതാണ് ഇവിടുത്തെ വിഷയം. പണ്ടൊക്കെ സമ്മതിച്ച് പണ്ട് കുറേ ജന്മിമാരും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നപ്പോഴത്തേക്കും ഇവരെല്ലാം മറ്റൊരു രീതിയിലാണ് കണ്ടിരുന്നത്. ഇവരെ അകറ്റി നിർത്തിയിരുന്നു. സംഭവം ശരിയാണ്. പക്ഷേ കാലങ്ങൾ ഇത്രയും മുമ്പോട്ട് പോയി. ഇപ്പോൾ അന്നത്തെ ആ നമ്പൂതിരിമാരും നായന്മാരും ചെയ്തു വെച്ചതിൻ്റെ അവരുടെ അടുത്ത തലമുറകളാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അറിയാവോ? പഠിക്കാനായിട്ട് പോലും ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത എത്രയോ നായന്മാരും നമ്പൂതിരിമാരും ഉണ്ടെന്നറിയാവോ? അല്ലാതെ ഈ ദളിതന്മാരുടെ കൂട്ടത്തിൽ മാത്രമല്ല. അത് മനസ്സിലാക്കണം. ഒരു കുട്ടി നല്ല രീതി, എനിക്ക് അനുഭവം അറിയാവുന്ന ഒരു കുട്ടിയാണ്. ആ കുട്ടി നല്ല രീതിയിൽ പഠിച്ച് പാസ്സായതിന് ശേഷം ഇത് അഡ്മിഷൻ ചെന്ന് കഴിയുമ്പോൾ ഈ കൊച്ചിന് അഡ്മിഷൻ കിട്ടിയില്ല. അത് SC/ST വിഭാഗത്തിന് കിട്ടി. ഈ കൊച്ചിനേക്കാളും മാർക്ക് കുറഞ്ഞത്. അതെന്താ അങ്ങനെ? പഠിച്ചവർ വേണ്ട കയറ്റി വിടാനായിട്ട്. അല്ലാതെ ഒരു ജാതിയുടെ പേര് കയറ്റി വിട്ടാൽ എങ്ങനെയാണ് ശരിയാകുന്നത്? ബുദ്ധി ഒരു ജാതിയിൽപ്പെട്ട ആൾക്കാർക്ക് ബുദ്ധി കൂടുതൽ, ഇന്ന ജാതിയിൽപ്പെട്ട ആൾക്കാർക്ക് ബുദ്ധി കുറവ്, അങ്ങനെയൊന്നുമില്ല. എല്ലാ ജാതിയിലും കൂടുതലും കുറവുമില്ലേ? അപ്പോൾ ജാതി നോക്കാതെ വേണ്ട ഈ സംഭവമൊക്കെ ചെയ്യാനായിട്ട്. അല്ലാതെ ഒരു കൊച്ച് പഠിച്ച് പാസ്സായിട്ട് അത്ര കഷ്ടപ്പെട്ട് വന്നു കഴിയുമ്പോഴത്തേക്കും വെറും ഒരു സംഭരണത്തിൻ്റെ പേര് മറ്റേ ആൾക്ക് കൊടുക്കുമ്പോൾ അതിനെന്തുമാത്രം സങ്കടം ഉണ്ടായിരിക്കും? ഇതൊക്കെ മനസ്സിലാക്കണ്ടേ? പിന്നെ ഈ കറുത്തതും വെളുത്തതും, കറുത്ത ആൾക്കാരെ എത്ര പേരെ കാണണം മറ്റു ജാതിയിൽപ്പെട്ടത്? അല്ലെങ്കിൽ കറുത്ത ആൾക്കാരെ കണ്ട ഉടനെ ദളിതൻ അങ്ങനെയുണ്ടോ? എനിക്കറിയാമല്ലേ. എല്ലാ കൂട്ടത്തിലും ഉണ്ട് കറുത്തവരുമൊക്കെ. ഇതൊക്കെ ഇങ്ങനെ ഈ ആൾക്കാർ പൊതുവായിട്ട് കറുത്താണ് ഉടനെ ദളിതൻ, ദരിദ്രനാണ് ഉടനെ ദളിതൻ, അങ്ങനെയുണ്ടോ? ഈ വേടനെ പോലുള്ളവർക്ക് ഈ കാര്യത്തിൽ ചെയ്യാനായിട്ട് ഒരുപാടുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇദ്ദേഹം ഒരു പ്രത്യേക ജാതിയിലേക്ക് മാത്രം ഒതുങ്ങാതെ ഞാൻ ഈ പറഞ്ഞ പോലെ അഷ്ടിക വകയില്ലാത്ത എത്രയോ നമ്പൂതിരിമാരുണ്ടെന്നറിയോ? എത്രയോ നായന്മാരുണ്ടെന്നറിയോ? അതുപോലെ എത്രയോ ഉന്നത കുലജാതന്മാരുണ്ടോ? ഒരു ജാതിയിൽ പെട്ടതുകൊണ്ട് മാത്രം സംവരണമോ അല്ല ഒരു ഗ്രാൻഡോ കിട്ടാത്ത എത്രയോ പിള്ളേരുണ്ടെന്നറിയോ? എനിക്ക് പേഴ്സണലായിട്ട് അറിയാം, വ്യക്തിപരമായിട്ടറിയാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഒരു ഫീസ് ഇളവും ഇല്ല, ഒന്നുമില്ല. അതേസമയം SC/ST വിഭാഗത്തിൽപ്പെട്ടവർ ഗ്രാൻഡ് വന്ന് മേടിക്കും. എന്നാൽ ഇവർക്ക് അതിൻ്റെ ആവശ്യമില്ലതാണ്. അവരൊക്കെ കാറയിലൊക്കെ വന്ന് ഇറങ്ങുന്ന ആൾക്കാരുണ്ട്. പക്ഷേ അവർ എന്ന് പറഞ്ഞാൽ കമ്പനിക്കാരായതുകൊണ്ട്, കൂട്ടുകാരായതുകൊണ്ട് അവരെന്താ ഈ ഗ്രാൻഡ് മേടിച്ചിട്ട് ചിലവ് ചെയ്യും. അങ്ങനെ ഒരുപാട് അനുഭവങ്ങളുള്ളവർ ഈ വീഡിയോ കാണുന്നുണ്ടായിരിക്കും. കൂട്ടുകാരായിട്ടുള്ള SC/ST വിഭാഗത്തിൽപ്പെട്ടവർ ഗ്രാൻഡ് കിട്ടിയിട്ട് നമ്മൾക്ക് അടിച്ച് പൊളിക്കാടാന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടെ അടിച്ച് പൊളിക്കും. അത് സൗഹൃദം ശരിയാണ്. പക്ഷേ എന്നിരുന്നാലും ഇപ്പുറത്ത് പട്ടിണി കിടക്കുന്നവൻ എന്തുകൊണ്ട് ഈ ഗ്രാൻഡ് കിട്ടുന്നില്ല? അവൻ്റെ ജാതിയുടെ പേരിൽ മാത്രം. അപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ എല്ലായിടത്തും ഈ പട്ടിണിയും പരിവട്ടവും ഒക്കെ ഉണ്ട്. ആ പേരിൽ താങ്കൾ പാട്ടുകാരനാണല്ലോ, താങ്കൾക്ക് ആ രീതിയിലൊരു രചന നിർവഹിച്ചിട്ട് അങ്ങനെ ഒരു പാട്ടൊക്കെ ഉണ്ടാക്ക്. താങ്കൾ ഒരു ജാതിയിലേക്ക് മാത്രം ചുരുങ്ങാതെ ഒരു കോണിലൂടെ മാത്രമല്ലാതെ എല്ലാ കോണിലൂടെ നോക്ക്. അങ്ങനെ നോക്കുമ്പോഴത്തേക്കാണ് നമുക്കിതെല്ലാം കാണാൻ സാധിക്കത്തുള്ളൂ. അല്ലാതെ ഞാൻ പ്രയാസപ്പെട്ടാണ് വന്നത്, അതുകൊണ്ട് ഞാൻ ജനിച്ച ജാതിയുടെ പ്രശ്നമാണ്, അതുകൊണ്ടാണ് ഞാൻ പട്ടിണി കിടന്നതെന്ന് അങ്ങനെ വിചാരിക്കരുത്. എല്ലായിടത്തും ഈ പട്ടിണിയും പരിവട്ടവും ഉണ്ട്. അത് എല്ലായിടത്തോട്ടും നോക്കാനായിട്ടുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഇതെല്ലാം കാണത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഒരു ജാതിയിൽ മാത്രമായിട്ട് ചുരുങ്ങും.